ഐക്യരാഷ്ട്ര സംഘടനയുടെ വംശീയ വിവേചന നിർമ്മാർജ്ജന സമിതി ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. രാജ്യത്തെ മുസ്ലിം, ആദിവാസി, വനാശ്രയ സമുദായങ്ങൾക്കെതിരെ അഭൂതപൂർവമായ രീതിയിൽ അവകാശ ലംഘനങ്ങൾ നടക്കുന്നതായാണ് CRD വിലയിരുത്തുന്നത്. നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ, വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ, ഏകപക്ഷീയമായ അറസ്റ്റുകൾ എന്നിവ വർദ്ധിക്കുന്നതിലും സമിതി ആശങ്ക രേഖപ്പെടുത്തി. അവകാശ ലംഘനങ്ങളിലെ അന്വേഷണം, സുരക്ഷാ സംവിധാനങ്ങൾ, ഇരകൾക്കുള്ള പരിഹാര നടപടികൾ എന്നിവ സംബന്ധിച്ച് മറുപടി നൽകണമെന്ന് ഇന്ത്യൻ അധികൃതരോട് UN സമിതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. CRD ജനീവയിലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പുകളിലാണ് മുന്നറിയിപ്പുകളും അവയ്ക്ക് വിശദീകരണവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വംശീയ വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെ ഇന്ത്യ ലംഘിക്കുകയാണെന്ന് കമ്മിറ്റി വിലയിരുത്തി. സുരക്ഷാ നയങ്ങളും പൗരത്വ നിയമങ്ങളും വംശീയ വിവേചനം കാണിക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. മാവോയിസ്റ്റ് വിരുദ്ധ വേട്ടയുടെ മറവിൽ നിരപരാധികളായ ആദിവാസികൾ കൊല്ലപ്പെടുന്നതും അസമിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം സമുദായം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ പേരിൽ വിവേചനം നേരിടുന്നതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2024 പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ നവംബറിലും സമാനമായ ആശങ്ക UN വിദഗ്ധർ പങ്കുവച്ചിരുന്നതാണ്. പക്ഷേ അന്ന് രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നില്ല. 2025 ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ ഭരണകൂടം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു അന്നത്തെ UN ആശങ്ക. വിനോദസഞ്ചാര മേഖലയിലുണ്ടായ ക്രൂരമായ ഭീകരാക്രമണത്തെ ഞങ്ങൾ പൂർണ്ണമായും അപലപിക്കുന്നു. ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും അനുശോചനം അറിയിക്കുന്നുവെങ്കിലും തീവ്രവാദത്തിനെതിരെ പോരാടുമ്പോൾ ഏത് സർക്കാരും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ മാനിക്കണമെന്നാണ് അന്ന് UN അധികൃതർ പറഞ്ഞത്. ഭീകരാക്രമണത്തിനു ശേഷം ജമ്മു കശ്മീരിലുടനീളം മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ സംരക്ഷകനും ഉൾപ്പെടെ ഏകദേശം 2800 വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചു. ചിലരെ പൊതുസുരക്ഷാ നിയമം അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായവരെ കുറ്റം ചുമത്താതെയോ വിചാരണ കൂടാതെയോ ദീർഘകാലം തടങ്കലിൽ വെക്കാൻ ഈ നിയമം അനുവദിക്കുന്നു. അനിയന്ത്രിതമായ അറസ്റ്റുകളും തടങ്കലുകളും, കസ്റ്റഡിയിലെ സംശയാസ്പദമായ മരണങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, കശ്മീരി മുസ്ലിം സമുദായങ്ങളോടുള്ള വിവേചനപരമായ പെരുമാറ്റം തുടങ്ങിയവ സംബന്ധിച്ച റിപ്പോർട്ടുകളെയാണ് അന്ന് ഐക്യരാഷ്ട്രസഭ അപലപിച്ചത്. നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ, സ്വേച്ഛാപരമായ കുടിയിറക്കൽ, തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്നവരുടെ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതും കോടതി ഉത്തരവുകളെ ഉചിതമായ നടപടിക്രമങ്ങളോ ഇല്ലാത്ത വീടുകൾ ഇടിച്ചു നിരത്തൽ തുടങ്ങിയവയും ലോക സംഘടന ചൂണ്ടിക്കാട്ടിയിരുന്നു. സുപ്രീം കോടതിയുടെ 2024 വിധിയെ ലംഘിക്കുന്ന പൊളിച്ചുമാറ്റലുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ജീവിക്കാനുള്ള അവകാശങ്ങളെയും മനുഷ്യന്റെ അന്തസ്സിനെയും ലംഘിക്കുന്നുവെന്നും UN മാത്രമല്ല നിരവധി ദേശീയ, അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബാധ്യതകൾക്ക് അനുസൃതമായി ഭീകരവിരുദ്ധ നിയമങ്ങളും രീതികളും പരിഷ്കരിക്കണമെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സ്വതന്ത്രമായി അന്വേഷിക്കണമെന്നും പൗരാവകാശ സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അമിതമായ ഭീകരവിരുദ്ധ നടപടികൾ മനുഷ്യന്റെ അന്തസ്സിനെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും അന്താരാഷ്ട്ര നിയമത്തെയും ലംഘിക്കുന്നതാണ്. സാമൂഹിക വിഭജനത്തിനും കൂടുതൽ അക്രമത്തിലേക്ക് നയിക്കാനും ഇവ ഇന്ധനം നൽകിയേക്കും. ആഗോള മനുഷ്യാവകാശ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ വർഷങ്ങൾ തുടർച്ചയായി കുത്തനെ ഇടിയുകയാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളതും അസമത്വത്തിന്റെ തോത് വളരെ ഉയർന്നതുമായ രാജ്യമാണിപ്പോൾ നമ്മുടേത്. അതൊന്നും പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഒരു തെളിവ് കൂടിയായിരിക്കുന്നു UN സമിതിയുടെ മുന്നറിയിപ്പ്.